നമ്പർ മോൾഡ് ഒന്നുമില്ലാതെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റൗണ്ട് മോൾഡും സ്ക്വയർ മോൾഡും ഉപയോഗിച്ച് എങ്ങനെ 25 എന്നുള്ളൊരു നമ്പർ കേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഓരോ നമ്പറിനും മോൾഡ് വാങ്ങിക്കുക എന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇങ്ങനത്തെ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. യൂട്യൂബിൽ ധാരാളം ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അതിലേറ്റവും ഈസി ആയിട്ടും അതേപോലെ സ്പഞ്ച് ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിലുള്ളൊരു മെത്തേഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് 2 kg ആയിരുന്നു. 2 kg ബാറ്റർ 2 7 ഇഞ്ചിൻ്റെ റൗണ്ട് മോൾഡിലും ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലും ഈക്വലായി ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഓരോ കേക്കും 2 ലെയർ വീതം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു കട്ടിങ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. അത് ജസ്റ്റ് ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു 25 എന്നുള്ളൊരു നമ്പർ കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കേക്കിനെ ഏറ്റവും അധികം ബ്യൂട്ടി ആക്കിയത് ഇതൊരു നേക്ഡ് കേക്ക് ഫോമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേക്ഡ് കേക്ക് എന്ന് പറയുന്നത് സ്പഞ്ചസിൻ്റെ ഇൻ ബിറ്റ്വീൻ ഫ്രോസ്റ്റിംഗ് കൊടുക്കുക, ടോപ്പിലും ഫ്രോസ്റ്റിംഗ് കൊടുക്കുക. അതായിരുന്നു ഈ ഒരു കേക്കിനെ യുണീക്ക് ആക്കിയത് കേട്ടോ. കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് സ്ട്രോബെറീസും കാഡ്ബറി ഷോർട്ട്സും കൂടെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ 25 പീസസ് വരുന്ന ഒരു പേസ്ട്രി സെറ്റും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴും കുറേ പേര് നല്ല കോംപ്ലിമെൻറ്റ്സും തന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കേക്കും പേസ്ട്രി സെറ്റൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.